मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। മുത്തശ്ശന്റെ വീട്ടിൽ എപ്പോ ചെന്നാലും സന്തോഷം തന്നെയാണ്. സംശയമുണ്ടോ? അതെ, സ്വന്തം വീട്ടില് നല്ല സന്തോഷം കിട്ടുകയുള്ളൂ. ശരിയാണ്. 1 മണിക്കൂറിൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. എങ്ങോട്ടേ പോകുന്നത്? കാലാവസ്ഥ ശരിയല്ല. സീറ്റിൽ കയറിയിരിക്കൂ. എനിക്ക് വാഷ്റൂമിലേക്ക് പോണം. എന്റെ പേര് മീരിയ, മനസ്സിലായോ? എന്റെ സ്ഥലം തമ്മനോ, മനസ്സിലായോ? പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് ഒരിടത്ത് കയറി അടങ്ങിയിരിക്കാൻ നോക്ക്. എന്താണ് തടിയാ ഇത്? കിട്ടിയ ഗ്യാപ്പില് സിക്സർ അടിക്കാൻ നോക്കാണോ നീ? ഞാൻ എന്ത് ചെയ്തു? ഇത് അറിയാതെ സംഭവിച്ചു പോയതല്ലേ? അറിയാതെ പലതും സംഭവിക്കുന്നത്. എന്റെ ഭർത്താവുണ്ടല്ലോ, എയർപോർട്ട് സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുക. മീര എന്നാണ് എന്റെ പേര്. എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ എന്നെ എപ്പോഴും മീര മോളു എന്നാണ് വിളിക്കാറ്. അവര് പറഞ്ഞത് നീ കേട്ടല്ലോ. അവരുടെ ഭർത്താവ് എയർപോർട്ട് സെക്യൂരിറ്റിയാണ്. ഞാൻ വേണമെന്ന് വെച്ച് അങ്ങനെ ചെയ്തതല്ല. നമ്മളെന്തായാലും കൊടുക്കുമെന്നാ തോന്നുന്നത്. ഈ ഡയമണ്ട്സ് ഒക്കെ ഇപ്പൊ എങ്ങനെയാ പുറത്തു കൊണ്ടുപോവുക? എയർപോർട്ടിൽ നിന്ന് പുറത്തു വരുമ്പോ ഇത് വാങ്ങിച്ചേക്കാം. എന്തുവാണ് ഇങ്ങനെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുന്നത്? പുറത്തേക്ക് വരുമ്പോ എന്റെ ഭർത്താവ് നിങ്ങളെ ഇടിച്ച് ചമ്മന്തിയാക്കും. നമ്മളിപ്പോൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ആരും സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടില്ല. പോകുന്നു, വേഗം വാ. ഇവന്മാർ എന്നെ ഫ്ലൈറ്റിൽ വെച്ച് ഉപദ്രവിച്ചു. വേഗം വാടാ, അവര് പോവുകയാ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരുത്തൻ എന്നെ ഇതുപോലെ തല്ലിയത്. ഡോഗിയാണ് സ്പേസിൽ ആദ്യം ചെന്നത്. നിങ്ങളെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. അടികൈ. രക്ഷപ്പെട്ടു കളഞ്ഞു. ആ കാറിന്റെ പുറകെ പോയിക്കോ. അതിനകത്ത് ഡയമണ്ടാ ഉള്ളത്. ഇന്ന് ജോലിക്ക് പോയില്ലേ? തമിഴ് പാട്ട് കേട്ടാൽ ഡാൻസ് കളിക്കും, മലയാളം പാട്ട് കേട്ടാൽ കുത്തിയിരിക്കും. ഇന്ന് എനിക്ക് പോകണ്ട, ബാങ്ക് ഇന്ന് അവധിയാ. അടികൈ. എന്താടാ കണ്ണു കണ്ടുകൂടെ നിനക്കൊക്കെ? എടാ അവന്മാര് ലെഫ്റ്റിലേക്ക് പോവുക. വേഗം വേഗം. എടാ പുറകിലെ കണ്ണു കണ്ടുകൂടെ നിനക്ക്? നന്നായിട്ട് പണിയെടുത്താൽ കിട്ടും കാശ്. ഈ കന്യയോടാണോ നിങ്ങളുടെ റേസ്? അടികൈ. അവന്മാരെ ജയിക്കാൻ അനുവദിക്കരുത് കണ്ണാ സാർ. എടാ ഒന്ന് വേഗം പോ, വേഗം പോ. നിനക്കാരാടാ ലൈസൻസ് തന്നത്? മര്യാദക്ക് വണ്ടി പോലും ഓടിക്കാൻ അറിയില്ല നിനക്ക്? കണ്ണാ സാറേ, ഇത് റേസ് അല്ല. അവര് നമ്മളെ ഫോളോ ചെയ്യാ. എടാ
നീ എന്താടാ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നത്? ഓവർടേക്ക് ചെയ്ത് അവരെ നിർത്താൻ നോക്ക്. വാടാ പുറത്തേക്ക്. ഹിമാലയത്തിൽ പോയാൽ നമുക്ക് കിട്ടും സ്വൈര്യം. എന്റെ കോളറിൽ പിടിക്കാൻ നിനക്ക് എവിടുന്ന് കിട്ടി ധൈര്യം? അടിക്കാൻ എടാ, കൈയടിക്കാനല്ല പറഞ്ഞത്, ഇവനെ വന്ന് അടിക്കാൻ. സോർദാറെ. ഒന്ന് നിർത്തൂ. അങ്ങോട്ട് നോക്കി. എയർപോർട്ടിൽ കണ്ടവന്മാർ ഇവിടെയും ഗുണ്ടായിസം കാണിച്ചോണ്ടിരിക്കുക. എടാ, തടിയൻ വീണ്ടും എത്തിവിട്ടോ. എടാ, അവൻ വീണ്ടും വന്നോണ്ടിരിക്കുകയാണ്, നോക്ക്. നീയൊക്കെ എത്ര കിട്ടിയാലും പഠിക്കില്ല അല്ലേ? ഇപ്പൊ കിട്ടിയല്ലേ ഉള്ളൂ. അതിനു മുമ്പ് വീണ്ടും തുടങ്ങിയോ നിങ്ങള്? ഇല്ല, ഞങ്ങളൊന്നും ചെയ്തില്ല. ഞങ്ങളെ പിന്തുടരുകയായിരുന്നു. വെറുതെ നടന്നു പോയപ്പോൾ കുട്ടിയെ നായി കടിച്ചു. ഇവന്മാരെന്റെ കോളറിൽ പിടിച്ചു. അടികൈ. ഇതേ നോക്കിയേ, ഇദ്ദേഹം ഞാൻ പറയുന്ന ആളിനെ തല്ലും. എന്നാൽ നിങ്ങളുടെ കവിത കേട്ട് കഴിഞ്ഞാ നിങ്ങളെ ആര് വേണേലും തല്ലും. അല്ലല്ല, എനിക്കെന്തോ സംശയം തോന്നുന്നുണ്ട്. ഇവർ എയർപോർട്ടിൽ നിന്നും ഞങ്ങളെ പിന്തുടരുകയാണ്. എന്തിനാ അവരെ പിന്തുടരുന്നത്? പറയ, മര്യാദക്ക് പറയ. എന്റെ ബാഗ് എടാ, ഞാൻ ആരാണെന്നുള്ളത് നിനക്ക് മനസ്സിലായിട്ടില്ല. നീ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ അല്പസമയം കഴിയുമ്പോ നിനക്ക് മനസ്സിലാവും നീ ആരാണെന്ന്. ചേട്ടാ, ഇവൻ ആരാണെന്നുള്ള കാര്യം ഇവന് വേഗം ഒന്ന് മനസ്സിലാക്കി കൊടുത്തേ. എടാ, ബാഗ് അവന്റെ കയ്യിലാ ഉള്ളത്, വേഗം എടുത്തോണ്ട് പോവാം. ഇയാളെന്താ മനുഷ്യനോ ബുൾഡോസറോ? അയാളെന്റെ ബാഗും കൊണ്ടുപോവാ. വേഗം പിടിക്കേ. ഓയ്, ഓടിക്കോ. എടാ, വേഗം വാ. എങ്ങോട്ടാ പോകുന്നേ? ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല സർ. ഡയമണ്ട്സ്. എന്റെ പാക്കറ്റ്. ബണ്ണി, വേഗം പിടിക്കാവനെ. ഓക്കേ. ഡയമണ്ട്സ്. ഡയമണ്ട്സ്. എടാ, ഒന്ന് പതുക്കെ. ഓ, എന്റെ അമ്മേ, കണ്ണീര് വരണമെങ്കിൽ പൊളിക്കണം ഉള്ളി. നിങ്ങൾ എന്തിനു വേണ്ടി എന്നെ തല്ലി? അടികൈ. അഡ്വാൻസ് പേയ്മെന്റ് ആയിരുന്നു അത്. എനിക്കറിയാമായിരുന്നു താൻ വൃത്തികെട്ട കവിത പറയുമെന്ന്. എനിക്ക് ഒരു കാര്യമോ മനസ്സിലാകാത്തത്. നിങ്ങൾ എന്തിനാ എന്റെ കടലപ്പൊതി മോഷ്ടിക്കാൻ നോക്കിയത്? എടോ, അതിനകത്ത് ഡയമണ്ട്സാ ഉള്ളത്. ഓ, ആ ഡയമണ്ട്സിന് വേണ്ടിയാണോ വന്നത്? അത് ഞങ്ങൾ എയർപോർട്ടിൽ വെച്ച് തന്നെ പോലീസിന് കൈമാറി. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായോ? ഇവര് കൊണ്ടുവന്ന ഡയമണ്ടിനെ കുറിച്ചാണ് എയർപോർട്ടിൽ വെച്ച് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയത്.
ഇവര് മനുഷ്യരല്ല, നിങ്ങൾക്കുള്ള പ്രൊമോഷനാണ്. സംശയമുണ്ടോ? സ്കൂളിലേക്ക് പോയാൽ അത് നല്ല കുട്ടി, ഡയമണ്ട് അന്വേഷിച്ച് വന്ന് ഇവർക്ക് പണി കിട്ടി. അടികൈ. എന്റെ ഭർത്താവ് ഉണ്ടല്ലോ, വൃത്തികെട്ട കവിത കേട്ടാൽ തല്ലുക മാത്രമല്ല ഇടിച്ച് ഉപ്പിലിടുകയും ചെയ്യും.